റെഡ്മിയുടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഫോണുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് എ സീരീസ് ഫോണുകൾ തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൈസിങ് തന്നെയാണ്. ഒരു 6000 to 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മികച്ചു നിൽക്കുന്ന ഫോണുകളിൽ ഒരെണ്ണം എന്തായാലും റെഡ്മി എ സീരീസ് തന്നെയായിരുന്നു ഇത്രയും കാലം. റെഡ്മി എ സീരീസ് ഇറങ്ങിയപ്പോൾ തൊട്ട്. പക്ഷേ റെഡ്മി 8A ഡുവലിൻ്റെ പ്രൈസിംഗ് ഒക്കെ 7500 ആയിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ ജനറേഷൻ്റെ എ സീരീസിൽ. ഇപ്പോൾ റെഡ്മി വീണ്ടും ആ ഒരു 6 to 7 എന്ന പ്രൈസ് റേഞ്ചിലോട്ട് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. റെഡ്മി 9A പറ്റി അറിയേണ്ടതെല്ലാം, ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ, ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ, ഇതെല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും നോക്കാം. റെഡ്മി 9A നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാക്കിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തിരക്കുള്ളത്തൊരു ഡിസൈനാണ്. സൈഡിലാണ് ക്യാമറ അറേ ലഭിക്കുന്നത്. ഒരു നമ്മൾ റെഡ്മി 8A ഡുവലിലൊക്കെ കണ്ട പോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ക്യാമറ അറേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാമറ തന്നെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് എന്ന് തോന്നിക്കും വിധത്തിലുള്ള ഒരു ക്യാമറ അറേയാണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 6.53 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുന്നത്. ഇത് നമ്മൾ റെഡ്മി 9ൽ കണ്ട അതേ ഡിസ്പ്ലേ തന്നെയാണ്. റെഡ്മി 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെഡ്മി 9ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ആ ഒരു റെഡ്മി 9ൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക, അതിനുള്ള കാർഡ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെഡ്മി 9ഉം റെഡ്മി 9Aയും ഏകദേശം ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിലും യൂസ് ചെയ്യുന്ന ഒരേ ഡിസ്പ്ലേ തന്നെയാണ്. അത് മാത്രമല്ല ഇത്തവണ ഡിസ്പ്ലേക്ക് ഒരു മാറ്റം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്തവണ നമുക്ക് 20:9 എന്ന റേഷ്യോയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടോൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫോണാണ്, നമുക്ക് തോന്നാവുന്ന പോലത്തെ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി സ്പെക്സിലോട്ട് എടുക്കുകയാണെങ്കിൽ റെഡ്മി 9Aയിൽ യൂസ് ചെയ്യുന്നത് മീഡിയാടെക് ഹീലിയോ G25 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് മീഡിയാടെക്കിൻ്റെ G സീരീസിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകളായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ കോൾകോമിൻ്റെ 4 സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് എൻഡ് ചിപ്സെറ്റ്സ് ആയ 439, 450 അതൊക്കെ ആയിട്ട് മാത്രമേ നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കും അങ്ങോട്ട് എടുത്തു പറയാൻ തക്ക വലിയ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ചിപ്സെറ്റുകളിൽ ഒരെണ്ണം തന്നെയാണ്. എസ്പെഷ്യലി ഒരു 7000 രൂപയ്ക്ക് താഴെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ചിപ്സെറ്റ് ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. 2 വേരിയൻസിലാണ് റെഡ്മി 9A അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 2GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഹയസ്റ്റ് എൻഡ് വേരിയൻറ്റും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് റെഡ്മി 9A ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊരു 13 MP സിംഗിൾ ക്യാമറയാണ്. ഈ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റെഡ്മി 8A അല്ലെങ്കിൽ റെഡ്മി 8A ഡുവലിൽ നിന്ന് ഒരു ഡൗൺഗ്രേഡ് തന്നെയാണ്. കാരണം നമുക്ക് റെഡ്മി 8Aയിലൊക്കെ ലഭിച്ചിരുന്നത് സോണി IMX363 എന്ന് പറഞ്ഞ സെൻസറാണ്. ഇതിലെ സെൻസർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതിൽ സാധാരണ അവരുടെ ബേസിക് ആയിട്ടുള്ള സെൻസർ ആയിരിക്കും. മിക്കവാറും ഇത് അവരുടെ റെഡ്മി 6Aയിലും അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരേ സെൻസർ തന്നെയായിരിക്കും. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 5 MP സെൽഫി ക്യാമറ ഉണ്ട്. അതിൽ നമുക്ക് എടുത്ത് പറയാൻ തക്ക പ്രത്യേകിച്ചൊന്നുമില്ല. തരക്കേടില്ലാത്തൊരു ക്യാമറ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തരക്കേടില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററി തന്നെയാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിലും നമുക്ക് റെഡ്മി 8Aയുടെ കാര്യത്തിൽ നിന്നും ഒരു ഡൗൺഗ്രേഡ് ആയിരിക്കും അപ്പോൾ ലഭിക്കുന്നത്. കാരണം നമുക്ക് റെഡ്മി 8Aയിൽ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെ, സാധാ ചാർജർ തന്നെയാണ് റെഡ്മി 8Aയുടെ കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് 10 വാട്ടിൻ്റെ ചാർജർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യം റെഡ്മി പറഞ്ഞിട്ടില്ല. ഇനി മിസ്സലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ റെഡ്മി 8Aയിൽ നിന്നും വേറൊരു ഡൗൺഗ്രേഡാണ്. അതെന്താണെന്ന് വെച്ചാൽ റെഡ്മി 9Aയിൽ നമുക്ക് മൈക്രോ USB പോർട്ടേ ലഭിക്കുന്നുള്ളൂ. നമുക്ക് റെഡ്മി 8Aയിൽ Type-C പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡ്മി 9ൻ്റെ കാര്യത്തിലും ഇതേ ഒരു പോരായ്മ തന്നെയാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജനറേഷനിലെ ഫോണുകൾ Type-C ഒക്കെ കൊടുത്തപ്പോൾ ഇത്തവണ നമ്മൾ തിരിച്ച് മൈക്രോ USB-ലോട്ട് ഡൗൺഗ്രേഡ് ആയിരിക്കുകയാണ്. അത് അത്ര വലിയ കോണായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും Type-C തന്നെ കൊടുക്കായിരുന്നു. കാരണം ബാക്കിയുള്ള ഫോണുകളിലൊക്കെ മൈക്രോ USB തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഫോണിൽ P2i നാനോ കോട്ടിംഗ് ലഭിക്കുന്നുണ്ട്. റെഡ്മിയുടെ ബാക്കിയുള്ള എല്ലാ ഫോണുകളും പോലെ, അതായത് ചെറിയ സ്പ്ലാഷസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യും, 1-2 തുള്ളി വെള്ളമൊക്കെ വീണാലും കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യും എന്ന് തന്നെയാണ്. പിന്നെ വയർലെസ് FM ഒക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വിലയിലോട്ട് കിടക്കാം. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ബേസ് വേരിയൻ്റായ 2GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ 6799 രൂപയാണ്. അടുത്ത വേരിയൻ്റായ 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ
7499 രൂപയാണ്. റെഡ്മി 9 അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും മീ.കോമിലും മീ ഹോമുകളിലും മീ സ്റ്റോറുകളിലും ഒക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിൽ മാത്രമാണ്, അതായത് മീ.കോമിലും ആമസോൺ.കോമിലും. സെപ്റ്റംബർ 4 തൊട്ടാണ് ഇതിൻ്റെ സെയിൽ വരുന്നത്. സെപ്റ്റംബർ 4 12 മണിക്കാണ് ആദ്യത്തെ സെയിൽ. ബാക്കി ഓഫ്ലൈൻ സ്റ്റോറുകളിലൊക്കെ വൈകാതെ വരുന്നതായിരിക്കും. അതിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. തരക്കേടില്ലാത്ത പ്രൈസിൽ തന്നെയാണ് റെഡ്മി ഇത്തവണ റെഡ്മി 9 കൊടുത്തിരിക്കുന്നത്. റെഡ്മി 8യുടെ വില 7500 എന്ന ഒരു വില ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റെഡ്മി 9 എന്ന് പറഞ്ഞ ഫോൺ റെഡ്മി 8നെക്കാട്ടും നല്ല രീതിയിൽ ചീപ്പറാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ ചെറിയ അപ്ഗ്രേഡ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ചെറിയ ഡൗൺഗ്രേഡ് ഉണ്ട്. പക്ഷേ ആ ഒരു ഡൗൺഗ്രേഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് ഡിഫറൻസ് തന്നെയാണ്. 700 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മുടെ റെഡ്മി 8യും റെഡ്മി 9യും തമ്മിലുള്ളത്. അതായത് റെഡ്മി 9ക്ക് റെഡ്മി 8നെക്കാട്ടിലും 700 രൂപ വില കുറവാണ്. അപ്പോൾ ഈ ഫോണിനെ പറ്റി കുറച്ചുകൂടെ നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. റിയൽമി C11, റെഡ്മി 8A ഡുവൽ, സാംസങ് ഗാലക്സി M01 കോർ, ജിയോണി മാക്സ്, ഈ 4 മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് റിയൽമി C11ലാണ്. അപ്പോൾ റിയൽമി C11 കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഈ ഫോണിൻ്റെ വില 7500 രൂപയാണ്, 7499 രൂപയാണ്. എന്നിരുന്നാലും ആ ഒരു പ്രൈസ് ഡിഫറൻസിനുള്ള ഒരു ഫോൺ തന്നെയുണ്ട് റിയൽമി C11. നമുക്ക് റിയൽമി C11ൽ ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ തന്നെയാണ്. പ്രൊസറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു നല്ല അപ്ഗ്രേഡ് ലഭിക്കുന്നുണ്ട്. നല്ല അപ്ഗ്രേഡ് അല്ല, എന്നിരുന്നാലും ചെറിയൊരു മൈനർ അപ്ഗ്രേഡ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ലഭിക്കുന്നത് G35 എന്ന് പറഞ്ഞ പ്രൊസറാണ്. G25നെക്കാട്ടിലും കുറച്ചുകൂടെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസർ തന്നെയാണ്. പിന്നെ നമുക്കിതിലെ ബേസ് വേരിയൻറ്റ് 2GB RAM, ബേസ് അല്ല ഒരൊറ്റ വേരിയൻ്റ് ഉള്ളൂ. 2GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഡുവൽ ക്യാമറ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡുവൽ ക്യാമറ ആയിട്ട് കണക്ക് കൂട്ടണ്ട, ഒരു സിംഗിൾ ക്യാമറ ആയിട്ട് കണക്കാക്കിയാൽ മതി. 13 മെഗാപിക്സലിൻ്റെ സിംഗിൾ ക്യാമറയും 13 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ്. അതായത് 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഫ്രണ്ടിൽ ഒരു 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററി തന്നെയാണ് ലഭിക്കുന്നത്. 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയുണ്ട്. പക്ഷേ വില നമ്മുടെ റെഡ്മി 9നെക്കാട്ടിലും 700 രൂപ കൂടുതലാണ്. പക്ഷേ 700 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് റെഡ്മി 9നെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് റിയൽമി C11 തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ 700 രൂപ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് എന്ന് ഞാൻ പറയും. അതായത് ഇത്രയും ഒരു ടൈറ്റ് ബഡ്ജറ്റ് നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ ഒരു 500 അല്ലെങ്കിൽ ഒരു 700 അല്ലെങ്കിൽ 800 രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് പലർക്കും. അപ്പോൾ 7000 രൂപ വരെയാണ് മാക്സിമം ബഡ്ജറ്റ് എങ്കിൽ നമുക്ക് റെഡ്മി 9 തന്നെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ. ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു റെഡ്മി 9നെക്കാട്ടിലും ഒരു 700 രൂപ കൂടെ ഇടാൻ പറ്റുമെങ്കിൽ നമുക്ക് റിയൽമി C11 തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 8A ഡുവലാണ്. റെഡ്മി 8A ഡുവൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.22 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. പ്രൊസറിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറഞ്ഞ പ്രൊസറാണ്. നമ്മുടെ ഈ ഒരു G25 ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു പ്രൊസർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് പവർഫുൾ എന്ന് നോക്കിയാൽ നമുക്ക് രണ്ടും ഏറെക്കുറെ ഒരേപോലത്തെ സിമിലർലി മാച്ച്ഡ് ആണെന്ന് പറയാം. നമുക്കൊരു ഡുവൽ ക്യാമറ അതിൽ ലഭിക്കുന്നുണ്ട്. ഒരു സിംഗിൾ ക്യാമറ തന്നെയായിട്ട് എടുത്താൽ മതി. 12 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്താണ്. ഡെപ്തിൻ്റെ കാര്യം നമുക്ക് നോക്കുക വേണ്ട ശരിക്കും പറഞ്ഞാൽ. 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. ഇതും നമ്മൾ നേരത്തെ റിയൽമി C11ൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പറയാൻ പറ്റുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡ്മി 8A തരക്കേട്ടില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ് 7500 രൂപയ്ക്ക്. പക്ഷേ റെഡ്മി 9A എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരേപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ 700 രൂപ കമ്മിയാണ്. അതും പോരാതെ നമുക്ക് 7500 രൂപ കൊടുക്കുമെങ്കിൽ നമുക്ക് റെഡ്മി 9Aയുടെ 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻറ്റ് കിട്ടും. ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ നേരത്തെ റിയൽമി C11ൻ്റെ കാര്യത്തിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 2GB നല്ലൊരു ഓപ്ഷൻ 3GB RAM വേരിയൻറ്റ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ലഭിക്കണമെങ്കിൽ 3GB RAM ഉള്ള ഫോൺ തന്നെ എടുക്കണം എന്ന് ഞാൻ പറയും. 2GB RAM ഒബ്വിയസ്ലി പോരാ എന്ന് പറയേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതേപോലത്തെ ഇത്രയും ഹെവിലി സ്കിൻഡായ MIUIയും റിയൽമി UI ഒക്കെ ഉള്ളപ്പോൾ. അപ്പോൾ 7500 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നമുക്ക് റെഡ്മി 8Aയുടെ മോഡൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ് റെഡ്മി 9A എന്ന് പറയുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗൺഗ്രേഡ് ആണെങ്കിലും നമുക്ക് തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് റെഡ്മി 9Aയിൽ ലഭിക്കും 3GB RAM ഉള്ളതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി M01 കോറാണ്. ഇത് ശരിക്കും നമുക്ക് റെഡ്മി 9ആയിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ലാത്തൊരു ഫോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻഡ്രോയിഡ് ഗോ ഉള്ളൊരു ഫോണാണ്. ഒരു 2 സെഗ്മെൻറ്റ് താഴെയുള്ളൊരു ഫോണാണ്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 5.3 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. പ്രൊസറൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയാടെക് ഹീലിയോ അല്ല മീഡിയാടെക് MT6739 എന്ന് പറഞ്ഞ പ്രൊസറാണ്. അത് നമ്മുടെ മീഡിയാടെക് ഹീലിയോ G25 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹീലിയോ G25യുടെ ഒരു പകുതി പ്രോസസ്സിംഗ് പവറൊക്കെ ഉള്ളൊരു ഫോണാണ്. 3000 mAh ബാറ്ററിയാണ്. 8 മെഗാപിക്സലിൻ്റെ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയൊക്കെയാണ്. പക്ഷേ ആ ഒരു 6000 രൂപയുടെ ഒരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് M01 കോർ. നമുക്ക് റെഡ്മി 9A ആയിട്ട് ഡയറക്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോണി മാക്സ് ആണ്. ഇതും നമുക്ക് റെഡ്മി 9 ആയിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു 6000 രൂപയുടെ ഫോണാണ്. പ്രൊസറിൻ്റെ കാര്യത്തിലാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. അത് യൂണിസോക്കിൻ്റെ 9863A എന്ന് പറഞ്ഞൊരു പ്രൊസറാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സാംസങ് ഗാലക്സി M01 കോറിൻ്റെ അത്രയും ആ ഒരു ലെവലിലുള്ള പ്രൊസർ തന്നെയാണ്. ഒരു 6000 രൂപയ്ക്കാണെങ്കിൽ അത് നോക്കാം. പക്ഷേ ഒരു 6800 കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡ്മി 9 തന്നെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 7000 രൂപയുടെ താഴെ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫോണിൽ ഒരെണ്ണം തന്നെയാണ് റെഡ്മി 9. ഞാൻ പുതിയ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൂ. പഴയ സ്റ്റോക്ക് വരുന്ന അല്ലെങ്കിൽ പഴയ ആസൂസ് സെൽഫോൺ ലൈറ്റ് L1 അങ്ങനത്തെ ഫോണുകളായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ടില്ല. അതൊക്കെ ഓൾഡർ മോഡൽസാണ്. അതൊന്നും ഇപ്പോൾ അധികം സ്റ്റോക്കും വരാറില്ല. അപ്പോൾ ആ ഫോണിലൊക്കെ സ്റ്റോക്ക് വരികയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും സ്റ്റോക്ക് ഈ ഇടയ്ക്കെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 7000 രൂപ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് റെഡ്മി 9. ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണ്. തികച്ചും വാല്യൂ ഫോർ മണി ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിലെ ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്തല്ല എബോ ആവറേജ് നല്ല രീതിയിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് റെഡ്മി 9. എസ്പെഷ്യലി ഇപ്പോൾ ബാക്കി അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു 7000 രൂപയ്ക്ക് താഴെ സ്ട്രിക്റ്റ് 7000 രൂപയുടെ ബഡ്ജറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ? 7000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ് റെഡ്മി 9. അപ്പോൾ റെഡ്മി 9 പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്നെ ലൈക്ക് ചെയ്യുമെന്ന് അറിയാം. നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.